കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ നെയ്യാട്ട ദിവസമായി ഇന്ന് മുതിരേരി വാൾ ഇക്കരെ സന്നിധാനത്ത് എത്തിച്ചേർന്നു. മുഴിയോട്ടില്ലം സുരേഷ് നമ്പൂതിരിപ്പാടാണ് പതിവ് പോലെ വാൾ എഴുന്നള്ളിച്ചത്. കൊട്ടിയൂരിലെ വളരെ സുപ്രധാനമായ ഒരു ചടങ്ങാണ് വാൾ വരവ്. കല്ലും മുള്ളും കാനന വഴികളും മറികടന്ന് കിലോമീറ്ററുകൾ താണ്ടിയാണ് ദേവന്റെ തിരുവായുധമായ മുതിരേരി വാൾ ചോതിനാളിൽ ഇക്കരെ കൊട്ടിയൂരിലേക്ക് എഴുന്നള്ളിക്കുന്നത്. മുതിരേരിയിൽ നിന്നും വാൾ വരുന്നതും കാത്തിരിക്കുകയാണ് വൈശാഖ മഹോത്സവവും ലക്ഷക്കണക്കിന് ഭക്തരും. ദക്ഷിണകാശിയായ കൊട്ടിയൂരിലെ വൈശാഖ മഹോത്സവത്തിന്റെ ഓർമ്മകളിൽ ജ്വലിച്ചു നിൽക്കുകയാണ് വയനാട്ടിലെ മുതിരേരിക്കാവ്. ഈ കാവിൽ നിന്നും വാൾ എഴുന്നള്ളിച്ച് എത്തുന്നതോടെയാണ് വൈശാഖ മഹോത്സവത്തിന്റെ ആരംഭം. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഈ ആചാരാനുഷ്ഠാനങ്ങൾ ഇന്നും പതിവ് തെറ്റാതെ നടക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. പെരുമഴയത്തും കിലോമീറ്ററുകളോളം ദൂരം കാടും മേടും താണ്ടി ഏകനായി കാൽനടയായും ഓടിയും തലമുറയിലെ പിന്മുറക്കാരനായ മേൽശാന്തി സുരേഷ് നമ്പൂതിരിയാണ് കൊട്ടിയൂർ അമ്പലത്തിലേക്ക് വാൾ എത്തിക്കുന്നത്. ശിവൻ ദക്ഷന്റെ തലയറുത്ത ശേഷം ചുഴറ്റിയെറിഞ്ഞ വാൾ വയനാടൻ മലനിരകൾ താണ്ടി മുതിരേരിയിൽ വന്നു വീണു എന്നതാണ് ഐതിഹ്യം. പഴക്കം നിർണ്ണയിക്കാൻ കഴിയാത്ത വിധത്തിൽ ചരിത്രത്തിന്റെ ഭാഗമാവുകയാണ് വയനാടൻ പൈതൃക ഭൂമിയിലെ ഇത്തരത്തിലുള്ള അനുഷ്ഠാനങ്ങൾ. കൊട്ടിയൂരിലെയും പാൽച്ചുരത്തെയും ആയിരക്കണക്കിന് ഭക്തർ വീടിനു മുന്നിൽ വിളക്ക് വെച്ചും ഹരിഗോവിന്ദ മന്ത്രം ജപിത്താലും മുതിരേരി വാളിനെ വരവേൽക്കും. ത്രിസന്ധ്യ സമയത്താണ് വാൾ ഇക്കര ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. മാവോയിസ്റ്റ് ഭീഷണി മേഖല ആയതിനാൽ കനത്ത പോലീസ് സുരക്ഷയിലാണ് മുതിരേരി വാൾ എഴുന്നള്ളിച്ചത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവ നാളുകളിൽ അക്കരെ കൊട്ടിയൂരിൽ പൂജിക്കുന്ന ഈ വാൾ പെരുമാളിന്റെ ചിത്രനാളിലെ തൃക്കലശാട്ട് കഴിഞ്ഞാണ് തിരിച്ച് മുതിരേരിയിലേക്ക് എഴുന്നള്ളിക്കുന്നത്. തുടർന്ന് വിശാഖം നാളിൽ മുതിരേരിയിലെ വാളറയിൽ പ്രവേശിപ്പിക്കുകയാണ് ചെയ്യുക. ന്യൂസ് ബ്യൂറോ, പെരാവൂർ.